ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണവും നൽകാൻ ആ വിദ്യാലയത്തിലെ അധ്യാപകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും അത് പൊതുമതത്തിൽ എത്തിക്കാൻ രീതിയിലേക്കുള്ള ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് തന്നെ പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനേജ്മെന്റിനും പ്രധാന അധ്യാപികയ്ക്കുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു വലിയ പ്രതിഷേധം SFI ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. നമ്മളോടൊപ്പം SFI മലപ്പുറം ജില്ലാ ഭാരവാഹികളും സംസ്ഥാന കമ്മിറ്റി മെമ്പേഴ്സും കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിൽ സ്കൂളിനെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റു വിദ്യാർത്ഥികൾ കൂടി ഇത്തരം കാര്യങ്ങൾ വലിയ രീതിയിൽ ഭീഷണിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് SFI ഈ ഒരു സമരം ഏറ്റെടുക്കുന്നത്? തീർച്ചയായിട്ടും ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിനകത്ത് ആത്മഹത്യ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇവിടെ പ്രസന്റേഷൻ സ്കൂളിലെ അധ്യാപകരുടെ വിദ്യാർത്ഥി വിരുദ്ധമായ ഇടപെടലിന്റെ മൂലം ആത്മഹത്യ ചെയ്തതെന്നായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് തീർച്ചയായും ഒരു വിദ്യാഭ്യാസ സൗഹൃദമായ അന്തരീക്ഷമാണ് വിദ്യാലയങ്ങളിൽ നിലനിൽക്കേണ്ടത്. പക്ഷെ ഇത്തരത്തിലൊരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലും അവനക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിൽ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച മാനേജ്മെന്റും സ്കൂളുകളും അധ്യാപകർക്കുമെതിരെ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പോലും അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ സ്വാതന്ത്ര്യം, പഠിക്കാനാമായ അന്തരീക്ഷം, മാനസിക ഉല്ലാസത്തിനാവശ്യ അന്തരീക്ഷം, ഇതൊന്നും നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഏറ്റെടുക്കാനാണ് SFIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഏകദേശം മരണം നടന്നിട്ട് ഒരാഴ്ചയിലധികം ദിവസങ്ങളായി. ഇതുവരെ മാനേജ്മെന്റ് ഒരു രീതിയിലും പ്രതികരിക്കുന്നില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. നിങ്ങൾ എങ്ങനെയെല്ലാമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇടപെടുക? ഞങ്ങളിപ്പോ ഇന്ന് തേജസിന്റെ രക്ഷിതാക്കളുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ വിഷമകരമായിട്ടുള്ള വസ്തുതകളാണ് രക്ഷിതാക്കൾ ഞങ്ങളുമായി പങ്കുവച്ചത്. പ്രീ പ്രൈമറി കാലഘട്ടം മുതൽ ആ വിദ്യാലയത്തിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം നടന്നതിന് ശേഷം പേഴ്സണലി രക്ഷിതാക്കൾ വന്ന് കാണാനോ സമാശ്വസിപ്പിക്കാനോ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും ആരും തന്നെ ആ വിദ്യാലയത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങളും പലതരത്തിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണവും നൽകാൻ ആ വിദ്യാലയത്തിലെ അധ്യാപകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരങ്ങൾ പങ്കുവെക്കാനോ അല്ലെങ്കിൽ ആ വിഷയത്തിനകത്ത് ഇടപെടാനോ അവിടുത്തെ അധ്യാപകർ തയ്യാറാവുന്നില്ല എന്നതിന്റെ പിന്നിൽ തന്നെ എന്തൊക്കെയോ ദുരൂഹമായ കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ അധ്യാപകർ രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്നില്ല, പത്രമാധ്യമങ്ങളും സംഘടനകളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ബോധപൂർവം ഇത്തരം കാര്യങ്ങൾ ഒരു ഒളിച്ചോടുന്ന സമീപനമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനവും അതിലെ അധ്യാപകരുടെയും അധികാരിയുടെയും ഭാഗമായിട്ടുണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായും അതിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. അപ്പൊ തീർച്ചയായും അത് പൊതുമതത്തിൽ എത്തിക്കാൻ രീതിയിലേക്കുള്ള ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് തന്നെ പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി തേജസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സജീവമാണ്. വിദ്യാർത്ഥി സംഘടനകളെല്ലാം സമരം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. ശക്തമായി സമരം ഏറ്റെടുത്തുകൊണ്ട് SFI കുടുംബത്തിന് നീതി ലഭിക്കും വരെ പോരാടുമെന്നാണ് ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. സ്വർണം ഒരു അമൂല്യനിധിയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.